So now we are going to study is on page number 119 ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസംയോഗം എന്ന ഭാഗത്തെക്കുറിച്ചാണ്. എല്ലാവരും 119 119 പേജ് എടുക്കുക. എന്നിട്ട് നമുക്ക് ആ പാഠത്തേക്ക് പോകാം. The semen deposited by the penis into the vagina during sexual intercourse contain approximately 400 million sperms. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലൈംഗിക ബന്ധത്തിലൂടെ പുരുഷലിംഗം യോനി നാളത്തിലേക്ക് എന്താണ് നിക്ഷേപിക്കുന്ന ശുക്ലത്തിൽ, അതായത് സ്പേമിൽ ഏകദേശം 400 ദശലക്ഷം പുരുഷ ബീജങ്ങൾ അല്ലെങ്കിൽ പുംബീജങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി വേട് വഴിയായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ദ സെമൻ അതായത് ശുക്ലം അല്ലെങ്കിൽ ഡിപ്പോസിറ്റഡ് ബൈ ദ പെന്നീസ് അതായത് വൃഷ്ണം അല്ലെങ്കിൽ പുരുഷന്റെ ലൈംഗിക അവയവമായ ആ പെന്നീസ് എന്ത് ചെയ്യുന്നു? ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അതായത് എവിടെയാണ്? വജീനയിൽ, അതായത് സ്ത്രീയുടെ ലൈംഗിക അവയവത്തിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ലൈംഗിക ബന്ധത്തിന്റെ സമയത്ത് പുരുഷന്റെ ലൈംഗിക അവയവം സ്ത്രീയുടെ ലൈംഗിക അവയവത്തിലേക്ക് എന്താണ് ചെയ്യുന്നത്? സെമനെ അല്ലെങ്കിൽ സ്പേമിനെ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. അതിനകത്ത് എത്രമാത്രമുണ്ട്? സെക്സ്വൽ ഇൻട്രസ്റ്റ് കണ്ടെയ്ൻസ് അപ്രോക്സിമേറ്റ്ലി ഏകദേശം 400 മില്യൺ സ്പേംസ്, അതായത് ഒന്നോ രണ്ടോ അല്ല 400 മില്യൺ സ്പേമുകളാണ് അതിനകത്ത് ഉള്ളത്. ഓക്കെ, അത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ അതായത് ഒരു സെക്സ്വൽ ഇൻ്റർകോഴ്സ്, അതായത് ഒരു ലൈംഗിക ബന്ധത്തിൻ്റെ സമയത്ത് ഒരു പുരുഷനിൽ നിന്നും 400 മില്യൺ സ്പേംസ് ആർ ഡെപ്പോസിറ്റഡ് ഇൻ ദ വജീന അല്ലെങ്കിൽ ഇൻ ദ ബോഡി ഓഫ് എ വുമൺ. ഓക്കെ, ദാറ്റ് മച്ച് ഇറ്റ് ഈസ് ക്ലിയർ, നോ? Okay, in one sexual intercourse, approximately 400 million sperms are deposited in the vagina of the woman. ഒരു ലൈംഗിക ബന്ധത്തിലാണ് അത് സംഭവിക്കുന്നത്. 400 മില്യൺ ആണ് സ്പേമുകളെയാണ് അവിടേക്ക് ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്. ഫ്രം ദ വജീന ദേ മൂവ് ടു ദ യൂട്രസ്. വജീനയിൽ നിന്ന് അതിനെന്താണ് സംഭവിക്കുന്നത്? ഫ്രം ദ വജീനയിൽ നിന്ന് അതിന് എന്താണ് സംഭവിക്കുന്നത്? വജീനയിൽ നിന്നും അവ എന്താണ് പറയുന്നത്? അല്ലെങ്കിൽ ആ യോനി നാളത്തിൽ നിന്നും സെർവിക്സിലൂടെ അതിന് എങ്ങോട്ട് പോകുന്നു? ഗർഭാശയത്തിലേക്ക് പോകുന്നു. അപ്പം ഒരു പ്രാവശ്യം പുരുഷന്റെ ബീജം സ്ത്രീയുടെ യോനി നാളത്തിലേക്ക് അല്ലെങ്കിൽ വജീനയിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ പുരുഷ ബീജം എന്താണ് ചെയ്യുന്നത്? അവ പയ്യെ ചലിക്കുവാനായിട്ട് തുടങ്ങുന്നു. എങ്ങോട്ട്? ടു ദ യൂട്രസ് ത്രൂ സെർവിക്സ്. സെർവിക്സ് എന്ന് പറയുന്ന ആ പൈപ്പുണ്ട്. യൂട്രസും യോനി നാളവും തമ്മിൽ യോനിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പൈപ്പാണ് സെർവിക്സ്. അപ്പം ആ സെർവിക്സിലൂടെ എന്ത് ചെയ്യുന്നു? ഈ സ്പേം പയ്യെ യൂട്രസിലേക്ക് പോകുന്നു. ഓക്കെ, സ്പേം മൂവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ ടെയിൽ. അതായത് സ്പേം എന്താണ് ചെയ്യുന്നത്? ആ സ്പേം അതിൻ്റെ ഒരു ടെയിലുണ്ട്. ആ ടെയിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ആ ടെയിലായിട്ടാണ് സഞ്ചരിക്കുന്നത്. അറ്റ് എ സ്പീഡ് എബൌട്ട് 1.5 millimeter per minute. ഈ സ്പേം ഒരു സ്ത്രീയുടെ യോനി നാളത്തിലൂടെ അല്ലെങ്കിൽ യോനി നാളത്തിൽ വിക്ഷേപിക്കപ്പെട്ടതിന് ശേഷം സെർവിക്സിലൂടെ സഞ്ചരിക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത് ഒരു മിനിറ്റിൽ 1.5 millimeter ആണ്. ഞാനൊരു കാര്യം പറയാം, ഈ സ്പേമിൻ്റെ ചലനത്തെക്കുറിച്ച് മൂവ്മെൻറ്റ്സ് ഇൻ ദ ബോഡി എന്ന ഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏത് തരത്തിലുള്ള ചലനമാണ് സ്പേം ചെയ്യുന്നത്? അതൊരു പ്രൊപ്പല്ലർ ചലനമാണ്. അതിൻ്റെ ടെയിൽ പോലെയുള്ള ഭാഗങ്ങൾ ചെയ്തുകൊണ്ടാണ്. ഈ ഭാഗം മനസ്സിലാകാനായിട്ട് ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല, പക്ഷേ അതിൻ്റെ സ്പീഡ് നമ്മൾ മനസ്സിലാക്കുക. ബട്ട് ഓൺലി അബൌട്ട് 100 ഓഫ് ദി സ്പേംസ് എൻ്റർ ദ ഓവിഡക്ട്സ്. അതായത് ഇങ്ങനെ പോകുന്ന ആ സ്പേമുകളിൽ എത്ര എണ്ണം? ഓക്കെ, ഏതാണ്ട് 100ഓളം പുംബീജങ്ങളെ മാത്രമേ അണ്ടവാഹി അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്ക് എന്താണ് അണ്ടവാഹി കലകളിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, 400 മില്യൺ സ്പേം വരുന്നുണ്ട്. ആ 400 മില്യൺ സ്പേമിൽ നിന്നും ആകെ ഓവിഡക്റ്റിലേക്ക് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് പ്രവേശിക്കുന്നത് എത്ര എണ്ണമുണ്ട്? എബൌട്ട് 100. ആ 100ൽ നിന്നും അതേഴ്സ് ഗെറ്റ് ഡിസിൻറ്റഗ്രേറ്റഡ്. ബാക്കിയുള്ളവയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? അവ ഡിസിൻറ്റഗ്രേറ്റ് അല്ലെങ്കിൽ ശിഥിലീകരിക്കപ്പെടും അല്ലെങ്കിൽ നശിക്കപ്പെടും. അപ്പം നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, ഈ പാഠഭാഗം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും 400 മില്യൺ സ്പേമുകളിൽ നിന്നും
തിരഞ്ഞെടുക്കപ്പെട്ട് നിങ്ങളുടെ അമ്മയുടെ അണ്ടവാഹിയിലേക്ക് ഓവിഡക്റ്റിലേക്ക് 100 സ്പേമുമായിട്ട് കയറുകയാണ്. അപ്പം 400 മില്യണിൽ 100 പേരായി നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യപ്പെട്ടു. ആ 100 എണ്ണത്തിൽ നിന്നും ഒരെണ്ണമായിട്ടാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അത് പിന്നെ ഞാൻ പറഞ്ഞു തരാം, നിങ്ങളത് കൃത്യമായിട്ട് നോക്കുക. Haven't you understood that the zygote is formed in the oviduct by the fusion of a sperm with an egg? ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ 100 എണ്ണം ഓവിഡക്റ്റിനകത്തേക്ക് കയറി കഴിയുമ്പോഴും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആ അണ്ടവാഹിയിൽ വെച്ച് ഒരു പുംബീജം അണ്ടവുമായി സംയോജിച്ച് സിക്താണ്ഡം രൂപപ്പെടുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ? അതായത് അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, 400 മില്യൺ, അതായത് 400 ദശലക്ഷം ബീജങ്ങളിൽ നിന്ന് നിങ്ങൾ ആയിത്തീരുവാനായിട്ട് ഒരു ബീജമാണ് തിരഞ്ഞെടുക്കപ്പെട്ട് അത് എന്താണ് ചെയ്യുന്നത്? നിങ്ങളോടൊപ്പം 400 ദശലക്ഷം, അതായത് നിങ്ങളോടൊപ്പം എത്രയാണ്? 400 മില്യൺ അല്ലെങ്കിൽ 400 മില്യൺസ് ഉണ്ടായിരുന്നതിൽ നിന്നും ഒരെണ്ണമായിട്ട് നിങ്ങൾ ആ അമ്മയുടെ അണ്ടവുമായിട്ട് നിങ്ങൾ വരുന്ന ആ പുംബീജം സംയോജിക്കുകയാണ്. ബാക്കിയുള്ളവയെല്ലാം അപ്പം എത്ര എണ്ണത്തിനെ തള്ളിയതിന് ശേഷമാണ് നിങ്ങൾ ഒരാൾ രൂപപ്പെട്ടു വന്നിരിക്കുന്നതെന്ന് നോക്കുക. ഫെർട്ടിലൈസേഷൻ ഈസ് മോർ പോസിബിൾ ഡ്യൂറിങ് ദ ഡേയ്സ് ഫ്രം 10th to 17th of the menstrual cycle. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, ഫെർട്ടിലൈസേഷൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ 10 മുതൽ 17 വരെയുള്ള മെൻസ്ട്രൽ സർക്കിളിലെ ദിവസങ്ങളിലാണ്. ആ മോളിലുള്ള ഇലുസ്ട്രേഷൻ 5.1ലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ, അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യുക, ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ഇവിടെ ഇടത് സൈഡിൽ തന്നിരിക്കുന്ന പിക്ചറിലേക്ക് നോക്കുക. ആൻ എഗ് ക്യാൻ സർവൈവ് അപ് ടു 72 hours ആഫ്റ്റർ ഓവുലേഷൻ. അതായത് അമ്മയുടെ ആ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് എഗ്ഗ് ഡിസ്ചാർജ് ചെയ്യപ്പെടുക, അതിനാണല്ലോ ഓവുലേഷൻ എന്ന് പറയുന്നത്. അപ്പം ആ എഗ്ഗ് ഡിസ്ചാർജ് ചെയ്യപ്പെട്ടതിന് ശേഷം 72 മണിക്കൂർ ആ അണ്ടത്തിന് ജീവിക്കുവാനായിട്ട് സാധിക്കും. അതേസമയത്ത് ഒരു സ്പേം റിമൈൻസ് ഇൻ ദ ഫീമെയിൽ ബോഡി ഓൺലി ഫോർ 48 hours. അതായത് ഒരു സ്പേം അല്ലെങ്കിൽ ഒരു പുരുഷ ബീജം ഒരു സ്ത്രീയുടെ ശരീരത്തിൽ 48 മണിക്കൂറാണ് സർവൈവ് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? ബട്ട് ദ സ്പേം ക്യാൻ ഫ്യൂസ് വിത്ത് ദ ഓവം ഓൺലി ഫോർ 36 hours. അതായത് 36 മണിക്കൂറിനുള്ളിൽ മാത്രമാണ് ഒരു സ്പേമിന് ഒരു സ്ത്രീയുടെ അണ്ടവുമായിട്ട് ഫ്യൂസ് ചെയ്ത് ഒരു സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ഡം രൂപപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ പോകുന്നത് ഇൻഡിക്കേറ്റേഴ്സിലേക്കാണ്. ഒന്നാമത്തെ ഇൻഡിക്കേറ്റേഴ്സ്, ദ വേ ബൈ വിച്ച് സ്പേം റീച്ച് ദ ഓവിഡക്റ്റ്. ഏതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഓക്കെ, ദ വേ ബൈ വിച്ച് ദ സ്പേം റീച്ച് ദ ഓവിഡക്റ്റ്. ദ സ്പേം ട്രാവൽ ത്രൂ ദ വജീന, അതായത് സെക്സ്വൽ ഇൻ്റർകോഴ്സിൻ്റെ പരിണിത ഫലമായിട്ട് എന്താ ചെയ്യുന്നത്? സ്പേം യോനി നാളിയിലേക്ക് അല്ലെങ്കിൽ വജീനയിലേക്ക് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു. അവിടെ നിന്നും എന്ത് ചെയ്യുന്നു? വജീനയിൽ നിന്നും സെർവിക്സ് ട്യൂബിലേക്ക് കയറുന്നു. അത് അവിടെ നിന്നും എന്ത് ചെയ്യുന്നു? അത് യൂട്രസിൽ എത്തിച്ചേരുന്നു. യൂട്രസിൽ നിന്നും ഓവിഡക്റ്റിൽ എത്തിച്ചേരുന്നു. അതിനു മുമ്പ് ആ ഓവിഡക്റ്റിൽ എത്തുന്ന ആ പ്രോസസ്സിൽ എവിടെയെങ്കിലും വെച്ച് ഇതുമായിട്ട് കൂട്ട് ചെയ്യപ്പെട്ട് പുരുഷ ബീജം അണ്ടവുമായിട്ട് ജോയിൻ ചെയ്യപ്പെട്ട് എഗ്ഗുമായിട്ട് ജോയിൻ ചെയ്യപ്പെട്ട് സിക്താണ്ഡം ഉണ്ടാകുന്നു. ഓക്കെ, അത്രയും ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ ഇൻഡിക്കേഷനിലേക്ക് പോവുകയാണ്. ദ പാർട്ട് വെയർ ദ ഫെർട്ടിലൈസേഷൻ ടേക്ക് പ്ലേസ്. ഏത് ഭാഗത്ത് വെച്ചാണ് ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ്? ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. എഗ്ഗും സ്പേമും കൂടിച്ചേരുന്ന പ്രക്രിയയാണ് എന്ത് പറയുന്നത്? ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഫെർട്ടിലൈസേഷൻ യൂഷ്വലി ടേക്സ് പ്ലേസ് ഇൻ ദ ഫെലോപ്പിയൻ ട്യൂബ്. അതായത് ഫെർട്ടിലൈസേഷൻ സാധാരണയായിട്ട് സംഭവിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഫെലോപ്പിയൻ ട്യൂബിലാണ്. ദാറ്റ് ലിങ്ക്സ് ആൻ ഓവറി ടു ദ യൂട്രസ്. നമ്മൾ മനസ്സിലാക്കുക, ഈ ഫെലോപ്പിയൻ ട്യൂബ് എന്താണ് ചെയ്യുന്നത്? ഓവറിയിൽ എന്താണ്? എഗ്ഗ് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. യൂട്രസിൽ എന്താണ്? ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് അവ വളരേണ്ട സ്ഥലമാണ്, അല്ലെങ്കിൽ ഗർഭപാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? ഓവറിക്കും ഗർഭപാത്രത്തിനും ഇടയിലുള്ള ആ ഒരു ഭാഗം അല്ലെങ്കിൽ ട്യൂബിനെയാണ് എന്ത് പറയുന്നത്? ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത്. അവിടെ വെച്ചാണ് സാധാരണയായിട്ട് എന്ത് ചെയ്യുന്നത്? ഫെർട്ടിലൈസേഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എഗ്ഗും സ്പേമുമായിട്ട് അല്ലെങ്കിൽ പുരുഷ ബീജവും സ്ത്രീ ബീജവും തമ്മിൽ കൂടിച്ചേരുന്നത്.
If the fertilized egg successfully travels down to the fallopian tube and implants in the uterus, അതായത് അവിടെ രൂപീകരിക്കപ്പെട്ട ആ സിദ്ധാന്തം എന്തു ചെയ്യുന്നു? ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് അല്ലെങ്കിൽ സിദ്ധാന്തം സക്സസ്ഫുള്ളി ട്രാവൽസ്, അത് യാതൊരു പ്രശ്നവുമില്ലാതെ ട്രാവൽസ് ഡൗൺ, അതായത് ഓവറിയുടെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അത് താഴേക്ക് വന്ന് ഫലോപ്പിയൻ ട്യൂബിലൂടെ വന്ന് എവിടെ? യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ ഇംപ്ലാന്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ an embryo starts growing. അവിടെ എന്ത് സംഭവിക്കും? ഒരു എംബ്രിയോ വളരുവാനായിട്ട് തുടങ്ങുന്നു. എനിക്ക് തോന്നുന്നു ആ രണ്ടാമത്തെ ഇൻഡിക്കേഷനും നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. മൂന്നാമത്തെ ഇൻഡിക്കേഷൻ എന്താണ്? ഫോർമേഷൻ ഓഫ് സൈഗോട്ട് എന്നുള്ള ഭാഗമാണ് തന്നിരിക്കുന്നത്. ഫോർമേഷൻ ഓഫ് സൈഗോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സിക്താണ്ഡത്തിൻ്റെ രൂപപ്പെടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പുരുഷ ബീജവും സ്ത്രീ ബീജവും തമ്മിൽ കൂടിച്ചേർന്നുണ്ടാകുന്ന ആ ഒരു സെല്ല് ആണ് സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ഡം എന്ന് പറയുന്നത്. എ സൈഗോട്ട് ഫോംസ് വെൻ എ സ്പേം പെനട്രേറ്റ് ദ ഔട്ടർ സർഫേസ് ഓഫ് ദ ഫീമെയിൽ എഗ്. നമ്മൾ മനസ്സിലാക്കുക, സൈഗോട്ട് എപ്പോഴാണ് രൂപപ്പെടുന്നത്? ഒരു സ്പേം ഒരു അണ്ടത്തിൻ്റെ അല്ലെങ്കിൽ സ്ത്രീ ബീജത്തിൻ്റെ ഔട്ടർ സെല്ലിനെ കടന്നുകൊണ്ട് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. ദിസ് ജനറലി ഹാപ്പൻസ് ഇൻ ദ ഫലോപ്പിയൻ ട്യൂബ്. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? സാധാരണയായിട്ട് ഇത് ഫലോപ്പിയൻ ട്യൂബിലാണ് സംഭവിക്കുന്നത്. ദ സൈഗോട്ട് സ്റ്റേജ് ഈസ് വെരി ബ്രീഫ്. ഒരു സൈഗോട്ടായിട്ട് ഇരിക്കുന്ന, അതായത് ഇത് ഫ്യൂസ് ചെയ്ത് ഒരു കോശമായിട്ട് ഇരിക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. സൈഗോട്ട് ലാസ്റ്റ് ഒൺലി ആൻ ഏർലി ഡേ ഓഫ് കൺസെപ്ഷൻ. സൈഗോട്ട് എന്ത് ചെയ്യുന്നു? ആ കൺസെപ്ഷൻ്റെ ഏർലി സ്റ്റേജിലാണ് അത് സംഭവിക്കുന്നുള്ളൂ. ദ സിംഗിൾ സെൽ കോൾഡ് സൈഗോട്ട് കണ്ടെയ്ൻസ് ഓൾ ദ ജനറ്റിക് ഇൻഫർമേഷൻസ് റിക്വയർഡ് ഫോർ ദ ഫീറ്റേഴ്സ്. അതായത് ആ സൈഗോട്ടിൽ ഒരു ജീവിക്ക്, ഒരു ഫ്യൂറ്റസിന് ആവശ്യമായിട്ടുള്ള എല്ലാ ജനറ്റിക് ഇൻഫർമേഷനുകളും അതിൽ ഉണ്ട് എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, ഐ സപ്പോസ് ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്.